ഹലോ. കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് ഒരു ഗ്യാസ് ടർബൈൻ്റെ കാറ്റഗറീസും ലിസ്റ്റ് ഒക്കെയാണ്. ഏതൊക്കെ ടൈപ്പ് ഉണ്ട്, ഓപ്പൺ സൈക്കിൾ, ക്ലോസ്ഡ് സൈക്കിൾ, അങ്ങനെ പല കാര്യങ്ങളാണ് പഠിച്ചത്. ഇനി എങ്ങനെയാണ് ഒരു ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യണമെന്ന് നോക്കാം. ഒരു ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾക്കൊരു ഇമ്പലർ വേണം. സ്റ്റീം ടർബൈൻ്റെ പോലെ തന്നെ ഒരു ടർബൈൻ വേണം. ഗ്യാസ് ടർബൈനിന് ഉപയോഗിക്കുന്നത് ഒരു സാധാരണ സ്റ്റീം ടർബൈൻ്റെ ഇമ്പലർ പോലത്തെ ഒരു ടർബൈനാണ്. ആ സെയിം ടർബൈനിന്റെ ഷാഫ്റ്റ് നമ്മൾ ഒരു കംപ്രസറിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഗ്യാസ് ടർബൈൻ വർക്ക് ചെയ്യുമ്പോഴത്തേനും അതിലേക്ക് കപ്പിൾ ചെയ്തിരിക്കുന്ന ഈ കംപ്രസർ വർക്ക് ചെയ്യും. ഈ കംപ്രസർ അറ്റ്മോസ്ഫിയറിക് എയർ കംപ്രസ് ചെയ്ത് ഹൈ പ്രഷറിൽ നമ്മളൊരു ഹീറ്റിംഗ് ചേമ്പറിലേക്ക് കൊടുക്കും. ഈ ഹീറ്റിംഗ് ചേമ്പറിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള ഫ്യൂവൽ കൊടുത്തു കഴിയുമ്പോഴത്തേനും അത് കത്തും. കത്തി കഴിയുമ്പോഴത്തേനും ഹൈ പ്രഷറും വോളിയമുള്ള ഗ്യാസ് ഉണ്ടാവും. ആ ഗ്യാസ് നമ്മൾ ടർബൈനിലേക്ക് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ ടർബൈൻ വർക്ക് ചെയ്യും. അപ്പൊ ഈ സെയിം പവർ തന്നെയാണ് കംപ്രസറിൽ. അപ്പൊ സ്റ്റാർട്ടിങ്ങിന് നമ്മൾക്ക് ഒന്ന് ഈ ഗ്യാസ് ടർബൈൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു അറ്റാച്ച്മെന്റ് കൊടുക്കേണ്ടി വരും. അവിടെ നിന്ന് നമ്മൾ ഈ സർക്കുലേറ്റ് ചെയ്യണ ഗ്യാസ് തണുപ്പിച്ച് വീണ്ടും ഉപയോഗിക്കുന്നതിന് ക്ലോസ്ഡ് ഗ്യാസ് ടർബൈൻസ് എന്ന് പറയും. അതല്ല ഈ ടർബൈൻ എക്സോസ്റ്റ് നേരെ അറ്റ്മോസ്ഫിയറിലേക്ക് വിടുകയാണെങ്കിൽ അത് ഓപ്പൺ ഗ്യാസ് ടർബൈൻസ് എന്ന് പറയും. നമ്മൾ സാധാരണ കാണുന്ന എയർക്രാഫ്റ്റിലൊക്കെ ഉള്ളത് ഓപ്പൺ ഗ്യാസ് ടർബൈൻസ് ആണ്. ക്ലോസ്ഡ് ഗ്യാസ് ടർബൈൻസ് എവിടെയെങ്കിലും ഉപയോഗിക്കണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രോബബ്ലി അത് ഉപയോഗിക്കാനുള്ള ചാൻസ് കുറവാണ്. കാരണം ഇത് വീണ്ടും ഒന്നാമത്തെ സ്റ്റേജിലേക്ക് കൊണ്ടുവരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പൊ ഇതിന്റെ PVയും TS ഡയഗ്രം എങ്ങനെയാന്ന് നോക്കാം. പ്രഷർ വോളിയം ഡയഗ്രം, ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രം. അപ്പൊ ആദ്യം 1 to 2 എന്ന് പറയുമ്പോഴത്തേനും ഇതല്ല, എയർ ലോ പ്രഷർ ഇവിടെ കുറവാ. ആ പ്രഷറിൽ നിന്ന് 2 എന്ന് പറയുമ്പോഴത്തേനും ഹൈ പ്രഷറിൽ വന്നു. അവിടെ നിന്ന് നമ്മൾ കമ്പസ്റ്റൻ ചേമ്പറിലേക്ക് ഈ എയർ കൊടുത്തു കഴിയുമ്പോഴത്തേനും അവിടെ ബേൺ ചെയ്യുന്നത് കോൺസ്റ്റന്റ് പ്രഷറിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ, അതായത് പ്രഷർ കോൺസ്റ്റന്റ് ആയിരിക്കും. അവിടെ നിന്ന് നമ്മൾ പിന്നെ ടർബൈനിലേക്ക് കൊടുക്കും. ടർബൈനിലേക്ക് കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ വർക്ക് ഉണ്ടാകുമ്പോൾ ഓൾറെഡി പ്രഷർ ഡ്രോപ്പ് ആവും. അവിടെ നിന്ന് 4 വന്നിട്ട് ഹീറ്റ് റിജക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഒന്നാമത്തെ സ്റ്റേജിലേക്ക് വരും. അപ്പോൾ ഇതിൽ 1 to 2 3 to 4 ആണ് വർക്ക് അല്ലെ. 1 to 2 കംപ്രസറിന്റെ വർക്കും 3 to 4 ടർബൈന്റെ വർക്കും. അല്ലെ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോഴത്തേനും കണ്ടില്ലേ, ടർബൈൻ ആണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്യുന്നത്. പക്ഷെ ഇതിലൊരു ഭാഗം കംപ്രസറിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ടോട്ടൽ നമുക്ക് ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ കിട്ടുന്ന വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടർബൈന്റെ വർക്ക് മൈനസ് കംപ്രസറിന്റെ വർക്ക്, അതായിരിക്കും ഔട്ട്പുട്ട് ഷാഫ്റ്റിൽ കിട്ടുന്ന വർക്ക്. അല്ല, അത് മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാനേ ഉള്ളൂ. ഇതിൽ എഫിഷ്യൻസി ഒന്നും എങ്ങും പറഞ്ഞില്ല. അപ്പൊ ഇത് വർക്ക് ചെയ്യുന്ന സൈക്കിളിന്റെ പേര് ജൂൾ ബ്രൈറ്റൺ സൈക്കിൾ എന്ന് പറഞ്ഞ സൈക്കിളാണ്. ഇത് വർക്ക് ചെയ്യണത് ജൂൾ ബ്രൈറ്റൺ സൈക്കിളിലാണ് ഇത് വർക്ക് ചെയ്യണത്. A closed type gas turbine is in simplest form consists of a compressor, heating chamber, gas turbine which drives the generator, and compressor and cooling chamber. In this turbine, air is compressed isentropically and then passed into the heating chamber. The compressed air is heated with the help of some external source and made to flow over the turbine blades. The gas, while flowing over, gets expanded. From the turbine, the gas is passed to the cooling chamber where it cooled at constant pressure with the help of a circulating water to its original temperature. ഇനി ഇതിന്റെ വർക്ക് ഡൺ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പ്ലെയിൻ ദി വർക്ക് ഡൺ ബൈ കോൺസ്റ്റന്റ് പ്രഷർ ക്ലോസ്ഡ് ഗ്യാസ് ടർബൈൻ. അപ്പോൾ വർക്ക് ഡൺ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. ഹീറ്റിങ്ങും കൂളിങ്ങും നടക്കുന്നത് 2 to 3 3 to 4 കണ്ട. 2 to 3 4 to 1 വർക്ക് നടക്കുന്നത് 1 to 2 3 to 4 ആണ് അല്ലെ. 1 to 2 എന്ന് പറഞ്ഞാൽ കംപ്രസറിന്റെ വർക്കും 3 to 4 എന്ന് പറഞ്ഞാൽ ടർബൈന്റെ വർക്കും. അപ്പൊ നമ്മളുടെ ടോട്ടൽ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും ഈ 3 to 4 വർക്ക് മൈനസ് 1 to 4. അപ്പൊ 1 to 2 വർക്ക്
1 to 2 വർക്ക് നമ്മൾ സാധാരണ വർക്ക് കംപ്രസർ എന്ന് പറയുമ്പോഴത്തേനും CP ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഇൻറ്റു T2 മൈനസ് T1. ഇനി ടർബൈൻ്റെ വർക്ക് എന്ന് പറയുമ്പോഴത്തേനും T3 മൈനസ് T4. അപ്പൊ നമ്മൾ ഇതിന്റെ പ്രോബ്ലം അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾക്ക് 2 ടെമ്പറേച്ചർ തന്നിട്ടുണ്ടാവുള്ളൂ. 2 ടെമ്പറേച്ചറും ഒരു പ്രഷറും തന്നിട്ടുണ്ടാവും. അപ്പൊ അതിൽ നിന്ന് നമ്മൾ TSഉം TV ഡയഗ്രാം വരച്ചിട്ട് ബാക്കിയുള്ള 2 ടെമ്പറേച്ചർ കണ്ടുപിടിക്കണം. മനസ്സിലായില്ല? ഇതിലുള്ള 2 ടെമ്പറേച്ചർ വർക്ക് ഡൺ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മൊത്തം 4 ടെമ്പറേച്ചർ വേണം. T3, T4, T2, T1. അപ്പൊ ഇതിൽ 2 ടെമ്പറേച്ചർ നമുക്ക് ചോദ്യത്തിൽ തന്നിട്ടുണ്ടാവും. ബാക്കി 2 ടെമ്പറേച്ചർ നമ്മൾ കണ്ടുപിടിക്കണം. ഇവിടെ ഉള്ളത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി 2 ടെമ്പറേച്ചർ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ തെർമോഡൈനാമിക്കലി ഐസെൻട്രോപിക് പ്രോസസ്സിൽ പഠിച്ച ഒരു റിലേഷൻ ഉണ്ട്. ടെമ്പറേച്ചർ റേഷ്യോ ഇസ് ഈക്വൽ ടു പ്രഷർ റേഷ്യോ റേസ് ടു ഗാമ മൈനസ് 1 മൈനസ് ഗാമ. ആ ഒരു റിലേഷൻ വെച്ചിട്ട് നമ്മൾ അടുത്ത 2 ടെമ്പറേച്ചറും കണ്ടുപിടിക്കേണ്ടി വരും. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. അപ്പൊ ഇതിലൊരു നിങ്ങള് കുറുമിയുടെ ടെക്സ്റ്റ് ഫോളോ ചെയ്യണമെങ്കിൽ ഈ T2, T1, T3, T4 എന്ന് പറയുന്ന ആ ടെമ്പറേച്ചറിന്റെ ഇതും ഞാനിതിൽ കൊടുത്തേക്കണത് വ്യത്യാസമുണ്ട്. അപ്പൊ അതൊന്നും നോക്കിയിട്ട് ഏതെങ്കിലും ഒരെണ്ണം ഫോളോ ചെയ്യുക. ഞാൻ ഈ ചെയ്യുന്ന പോലെ ആണെങ്കിൽ ഇങ്ങനെ ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ കുറുമിയുടെ ഫോളോ ചെയ്യണമെങ്കിൽ അങ്ങനെ ഫോളോ ചെയ്യാം. അപ്പൊ ആദ്യം in a simple closed turbine cycle gas turbine plant receives air at 1 bar and 50 degrees Celsius and compresses it to 5 bar and then heat it to 800 degrees Celsius in the heating chamber. The hot air expands in the turbine back to 1 bar. Calculate the power developed per kg of air supplied per second. Take CP of the air is equal to 1 kg per kilogram Kelvin. In a closed cycle gas turbine plant receives air at 1 bar and 15 degrees Celsius. അപ്പൊ നമ്മളിവിടെ ശ്രദ്ധിക്കുക, റിസീവ്സ് എയർ എന്ന് പറയുമ്പോഴത്തേനും ഇതുണ്ട്. ഈ 1ല് നമുക്ക് കിട്ടുന്നത് എന്താണ്? T1ഉം പ്രഷർ P1ഉം അല്ലേ? അതെത്രയാ? അതാണ് ഇവിടെ തന്നേക്കണ 1 ബാറും 15 ഡിഗ്രി സെൽഷ്യസും. കംപ്രസസ് ഇറ്റ് ടു 5 ബാർ എന്നാ പറഞ്ഞേക്കണ. കംപ്രസസ് ഇറ്റ് ടു 5 ബാർ. അപ്പൊ കംപ്രസസ് എന്ന് പറയുമ്പോഴത്തേനും 2 to 3 ഈ 3ലെ പോയിന്റിലാണ്. അപ്പൊ P3 എന്ന് പറയുമ്പോഴത്തേനും 5 ബാർ. അപ്പൊ ഹീറ്റ് 800 ഡിഗ്രി സെൽഷ്യസ് എന്നും പറയുന്നുണ്ട്. അപ്പൊ T3 ഹീറ്റിംഗ് ചേമ്പറിൽ ഹീറ്റിംഗ് കഴിയുമ്പോഴത്തേനും T3 അതും നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാ? 800 ഡിഗ്രി സെൽഷ്യസ് അല്ലെ? ദി ഹോട്ട് എയർ എക്സ്പാൻഡ് ടർബൈൻ ബാക്ക് ടു 1 ബാർ. കാൽക്കുലേറ്റ് ദി പവർ ഡെവലപ്ഡ് പെർ കെ ജി. അപ്പൊ നമുക്ക് തന്നേക്കണത് T1, P1, T3യും P3യും ഇത്രയും സാധനങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. ബാക്കിയുള്ള T4ഉം T2ഉം നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ അതിനുള്ള റിലേഷൻ ആണ് T4/T3 = P4/P3. T4/T3 = P4/P3. അപ്പൊ ഇവിടുന്ന് നമുക്ക് ഒരു കാര്യം കൂടി മനസ്സിലാക്കാൻ പറ്റൂട്ടോ. ഇതണ്ട, ഈ P3യും P2ഉം സെയിം ആണ്, P1ഉം P4ഉം സെയിം ആണ്. നമുക്ക് അതിൽ നിന്ന് അപ്പൊ 2 പ്രഷറും കൂടി കിട്ടുന്നുണ്ട്. അപ്പൊ അതിൽ കണ്ടില്ലേ, ഈ P3യും P4ഉം ഇതിൽ നിന്ന് നമുക്ക് T4 എത്രയാന്ന് വെച്ചാൽ കിട്ടും. അതേപോലെ ഇവിടെ P1ഉം P2ഉം കിട്ടും. അതിൽ നിന്ന് അടുത്തൊരു ടെമ്പറേച്ചറും കിട്ടും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് ഇതിന്റെ എല്ലാ ടെമ്പറേച്ചറുകളും കിട്ടും. ടെമ്പറേച്ചർ കിട്ടിക്കഴിഞ്ഞാൽ ടോട്ടൽ വർക്ക് ഡൺ എന്ന് പറയുമ്പോഴത്തേനും T3 - T4 - 3P × T2 - T1. ഇതിൽ നിന്ന് ടോട്ടൽ വർക്ക് ഡൺ കിട്ടും. ഇതൊന്ന് ചെയ്തു നോക്കാം. ചെയ്തു നോക്കിയിട്ട് ഞാനിന്ന് വൈകിട്ട് നിങ്ങൾ പറയുകയാണെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. ഞാൻ ചെയ്യാം. അപ്പൊ നിങ്ങളൊന്ന് ആദ്യം ചെയ്തു നോക്കുക എങ്ങനെയാണ് കിട്ടണതെന്നൊക്കെ.